സുപ്രസിദ്ധ സോപാന സംഗീത കലാകാരൻ ഞരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നു. ഒട്ടേറെ വേദികളിൽ സോപാന സംഗീതം ആലപിച്ച അദ്ദേഹം ഇനി ലീഗിന്റെ വേദികളിൽ തെരഞ്ഞെടുപ്പ് രംഗത്തും സജീവമാകും. എങ്ങനെയാണ് ഇപ്പോൾ അപ്പോൾ മാതാ അമൃതാനന്ദമയി ദേവി എന്താണോ അവരുടെ പ്രഭാഷണങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്നത് മാനവികതയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അമൃത മഠത്തിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ലാണ്ട് ആളുകൾ അഭയം പ്രാപിക്കുന്ന ഒരു സ്ഥലമാണത്. ആ പ്രസ്ഥാനം ഉണ്ടാവുന്നതിനും എത്രയോ നൂറ്റാണ്ട് മുമ്പ് അതേ സംസ്കാരത്തിലും അതേ സ്വഭാവത്തിലും സമീപനത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം. ആ കുടുംബവുമായിട്ടുള്ള എന്താ പറയുക, അനിഷേധ്യമായ ബന്ധം സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു പ്രകാശം ആ പാർട്ടിക്ക് ഇപ്പോഴുമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ പ്രതിനിധീകരിക്കുന്നതൊരു അവരുടെ വിശ്വാസങ്ങളെയും മതത്തെ ആണെങ്കിൽ പോലും പാണക്കാട് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയോ അല്ലെങ്കിൽ സ്യുഡോ അല്ലാത്ത മതേതരത്വമോ പ്രവൃത്തിയിൽ കാണിക്കാൻ കേരളത്തിലെ മറ്റ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കഴിയുന്നില്ല. അത് കഴിയാത്തത് അവർക്ക് വെറും അധികാരക്കൊതിയും അല്ലെങ്കിൽ പണം, പ്രസിദ്ധി, അധികാരം തുടങ്ങിയിട്ടുള്ള വളരെ ചെറിയ ഒരു വട്ടത്തിൽ നിന്നിട്ടുള്ള ആഗ്രഹങ്ങളെ അവർക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഒരു സമൂഹത്തെ എന്താ പറയുക രൂപീകരിക്കണമെന്ന ആഗ്രഹം അവർക്കില്ല. പ്രത്യേകിച്ചും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ഒരു ഗായകനും കൂടിയാണ്, പാട്ടുകാരനും കൂടിയാണ്. അതുകൊണ്ട് എന്നെപ്പോലെ ഒരാളെ അദ്ദേഹം നയിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇതിനെ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ KN ഖാദർ സാഹിബിൻ്റെയൊക്കെ പ്രഭാഷണങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ആകർഷണമായതാണ്. ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ മാത്രമേ ചേരൂ എന്ന് 10-15 കൊല്ലം മുമ്പേ ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ കാരണം ഇവിടെ വാക്കും പ്രവൃത്തിയും ഒന്നാണ്. ഇതുവരെയും എനിക്ക് അങ്ങനെയാണ് അനുഭവം. ഇപ്പോൾ ഇതാ ഒരു സ്ത്രീയെ ഒരാൾ അപമാനിച്ചു എന്ന് കേട്ട ഉടനെ തന്നെ അയാൾക്കെതിരെ നടപടിയെടുക്കുകയാണ്. ഏത് പാർട്ടിയിൽ ഈ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ അയാൾ നാളെ മുതൽ പാർട്ടിക്ക് എതിരാക്കാനും പാർട്ടി ശ്രമിക്കുന്നില്ല. ആ സ്നേഹത്തോടു കൂടിയുള്ള ശാസന മാറി നിൽക്കാൻ അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ അത് അനുസരിക്കുക, അങ്ങനെ അല്ലെങ്കിൽ പിറ്റേ ദിവസം പോയിട്ട് വേറെ പാർട്ടി ചേരുകയല്ല അവർ ചെയ്യുന്നത്. അത്തരത്തിൽ സ്നേഹം കൊണ്ടുള്ള അനുസരണയാണ് ലീഗിനെ നിലനിർത്തുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യലാഭങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ അല്ല ലീഗിനെ നിലനിർത്തുന്നത്. അതൊരു സംസ്കാരമാണ്, മാനവികതയുടെ. ആ സംസ്കാരം ആണ് കേരളത്തിൽ ഇനി നിലനിൽക്കേണ്ടത്. ഇപ്പോൾ കുംഭമേള വന്നു പോയി, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി വന്ന് തോന്നിയാസങ്ങൾ പറഞ്ഞു പോകുന്നു, അപ്പോഴൊന്നും പ്രതികരിക്കാതെ കുറ്റകരമായ വളരെ എന്താ പറയുക മോശപ്പെട്ട മൗനം പാലിച്ച ഇടത് പ്രസ്ഥാനം ഒട്ടും പ്രതീക്ഷ നൽകുന്നില്ല. ശരിക്കും പാണക്കാട് കുടുംബം ചെയ്യുന്ന പണി ചെയ്യേണ്ട പ്രസ്ഥാനമാണ്. KN ഖാദർ സാഹിബൊക്കെ ഇടത് പ്രസ്ഥാനത്ത് നിന്ന് ലീഗിലേക്ക് വന്ന ആളാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന പണി അവർ ചെയ്യേണ്ടതാണ് ശരിക്കും. അതവർക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല, കേവലം പാർലമെൻ്ററി പൊളിറ്റിക്സ് മാത്രം കളിക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കാലങ്ങളായിട്ട് പാട്ടിലൂടെയും കലയിലൂടെയും രൂപീകരിച്ച് കൊണ്ടുവന്ന ഒരു ജനകീയവൽക്കരണവും മാനവികവൽക്കരണവും കലാരംഗത്ത് വീണ്ടും തിരിച്ച് അത് പ്രത്യേക പോക്കറ്റുകളിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം വളരെ ശക്തമായി സോപാന സംഗീതത്തിൽ ഉൾപ്പെടെ നടക്കുകയാണ്. ഞാൻ സോപാന സംഗീതത്തിൽ മൂർത്തികളെക്കുറിച്ച് മാത്രമല്ല, പുല്ലിനെയും പുഴയും മണ്ണിനെയും മരത്തെയൊക്കെ കുറിച്ച് ഞാൻ പാട്ട് പാടിയിരുന്നു, മനുഷ്യത്വത്തെക്കുറിച്ച് പാട്ട് പാടിയിരുന്നു. പക്ഷേ സോപാന സംഗീതം എന്നാൽ വീണ്ടും ദേവീദേവന്മാരെക്കുറിച്ച് മാത്രം പാടിയാൽ മതി എന്ന ഒരു തലത്തിലേക്ക്, അത് പ്രത്യേക സമുദായങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചെയ്താൽ മതി എന്ന തലത്തിൽ നിന്ന് അതിനെ മോചിപ്പിച്ച് കൊണ്ടുവന്നാണ്. അവരിൽ നിന്ന് ഞാൻ അതിനെ മോചിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുത്തതാണ്, ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ കുത്തകയിൽ നിന്ന്. അപ്പോൾ അതിനെ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പിടിക്കാനുള്ള വളരെ ക്രൂരമായ ശ്രമങ്ങൾ നടക്കുന്നു. ആരും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കലയിലുള്ള ഇത്തരത്തിലുള്ള തിരിച്ചുപോക്കുകൾ രാഷ്ട്രീയമില്ലാത്ത കലോപാസകരും കലയില്ലാത്ത രാഷ്ട്രീയ ഉപാസകരും ഒരുപോലെ അപകടകരമാണ് എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യക്ഷമായി എൻ്റെ കല കൊണ്ട് പ്രവർത്തിച്ച് കാണിച്ചിരുന്ന രാഷ്ട്രീയം, മുന്നോട്ട് വെച്ചിരുന്ന രാഷ്ട്രീയത്തെ ഇനി ഒരു പ്രസ്ഥാനത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രയോഗിച്ച് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും മലപ്പുറം മാപ്പിളമാരുടെ സ്നേഹം എന്ന് പറയുന്നത് എത്രമാത്രം മഹനീയമാണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ആൾ എന്നുള്ള നിലയ്ക്ക് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ലീഗിലേക്ക് വന്നത്. ആരെങ്കിലും ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നോ അതോ അങ്ങോട്ട് ചെന്നിട്ട്? അല്ല, ഒരിക്കലുമല്ല. ഞാൻ എന്താ പറയുക, ലീഗിന് പൊതുവെ അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതായിട്ട് ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ BJP പോലും സിനിമാക്കാരെ പുറകെ മാത്രമേ പോകുള്ളൂ. ഞങ്ങളെപ്പോലുള്ള കലാപ്രവർത്തകരെ അവർക്ക് മനസ്സിലായില്ലേ? അത് അവരുടെ ഒരു സാംസ്കാരിക പാപ്പരത്വമാണ്. അവർക്കും ഇതൊക്കെ ചെയ്യാം, BJPക്കും കേരളത്തിൽ ഇതൊക്കെ ചെയ്യാം. പക്ഷേ അവർക്ക് സിനിമാക്കാരെ മാത്രമേ അറിയാവുള്ളൂ. അവരുടെ കലാകാരൻ എന്ന് പറഞ്ഞാൽ സിനിമാക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കലോപാസകൻ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ സമീപനങ്ങളെ യാതൊരു സംശയവും കൂടാതെ അംഗീകരിക്കാൻ, മറ്റ് വാണിങ്ങുകളില്ലാണ്ട് പ്രത്യേകമായ നിയന്ത്രണങ്ങളില്ലാതെ അംഗീകരിക്കാൻ ചങ്കൂറ്റമുള്ളൊരു പ്രസ്ഥാനം കേരളത്തിൽ വേറെ ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ
അങ്ങോട്ട് സാറിനോട് ഞാൻ പറയുകയാണ്, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ടെന്ന് ഞാൻ സാറിനോട് പറയുകയാണ് ചെയ്തത്. അത് കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. ഇനിയിപ്പോൾ അത് പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു, പ്രയോഗിക്കാൻ തീരുമാനിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ കൊല്ലിയേരി ലക്ഷ്മിക്കുട്ടി അമ്മ കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇതൊരു പുതിയ സംഗതിയല്ല. ഞങ്ങൾക്കൊരു അത്ഭുതവുമില്ല. ആളുകൾ ഇങ്ങനെ എന്താ ലീഗിൽ ചേർന്നത് മറ്റൊന്നും ചേരാതെ, ആ ചോദ്യത്തിൽ തന്നെ ഒരു അപകടമുണ്ട്. ലീഗ് എന്തോ അപകടം പിടിച്ചതാണെന്നുള്ള ചോദ്യം, ഒരു ധ്വനിയുണ്ടല്ലോ അതിനകത്ത്. അത് മാധ്യമപ്രവർത്തകരും അത് ചോദിക്കും. ഇനിയിപ്പോൾ ട്രോളുകളായിട്ടും കമൻറ്റുകളായിട്ടൊക്കെ വരും. ഞാൻ മുസ്ലിം എന്ന മതത്തിലല്ല ചേർന്നിട്ടുള്ളത്. മുസ്ലിം എന്ന സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയുടെ പ്രായോഗിക രാഷ്ട്രീയം ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഞാൻ ചേർന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പ്രസ്ഥാനം ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ ഇപ്പോൾ അംഗത്വം സ്വീകരിച്ചല്ലോ. അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഞാൻ പാലിക്കണമല്ലോ. എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിലും ഞാൻ പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങളുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആവശ്യപ്പെടുന്ന സമയത്ത് വളരെ സജീവമായിട്ടുണ്ടായിരിക്കും. എൻ്റെ സാന്നിധ്യം തീർച്ചയായും മതത്തിന് അതീതമായ, രാഷ്ട്രീയത്തിന് അതീതമായ മനുഷ്യത്വ പ്രചാരണത്തിന് ഉപകാരപ്പെടുത്തണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നേരത്തെ ചില സംഘപരിവാർ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഒരു ഖേദം ഉണ്ടായിരുന്നു. അല്ല, സംഘപരിവാർ ബന്ധം എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന കുറേ ആളുകളുടെ ദ്രോഹത്തിന്റെ ഭാഗമായി അവരെ പ്രതിരോധിക്കുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി സംഘിയായി വ്യാഖ്യാനിക്കപ്പെട്ടത്. അവർക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ ഇടതുപക്ഷം എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു പക്ഷമായിരുന്നു. ഞാൻ അതിനെ വിശ്വസിച്ചിട്ടാണ് എൻ്റെ കലാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഒരിക്കൽ പോലും, ഒരു ഘട്ടത്തിൽ പോലും അത്തരത്തിൽ വ്യക്തിപരമായ ആവശ്യങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. ഇവിടെ വളരെ വളരെ വലിയ ധ്രുവീകരണം നടക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ തോന്നിവാസം പറയുന്ന സമയത്ത് അയാളുടെ നാവ് നിയന്ത്രിക്കാൻ ഏറ്റവും കഴിയുന്ന ഒരാളാണ് പിണറായി വിജയൻ. ഒരു വാക്കുകൾക്കെതിരെ പറയുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്കെതിരെ പറയുമ്പോൾ ഞാൻ സംഘിയായിട്ട് മാറും. സംഘപ്രവർത്തകർ പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ്, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഞാൻ സംഘപ്രവർത്തനം. അപ്പോൾ സത്യത്തിൽ ഞാൻ ആരാന്നുള്ളത്, ഞാൻ ഒരു കലാകാരൻ മാത്രമാണ്. വളരെ നിഷ്കളങ്കമായി നമ്മുടെ സത്യസന്ധമായ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ സംഘപരിവാറിൻ്റെ വേദികൾ, ഇപ്പോൾ ഞാൻ പറയും, എനിക്ക് കൊളത്തൂർ ചിദാനന്ദപുരി സ്വാമിജി, കുമ്മനം രാജേട്ടൻ, ഇവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. അവരോടുള്ള സൗഹൃദവും അവരോടുള്ള വിനയവും അവരോടുള്ള എല്ലാം അതേപോലെ തന്നെ സൂക്ഷിക്കും. എല്ലാ പ്രസ്ഥാനത്തിലും കുറച്ച് വിഷങ്ങളും എന്താ പറയുക, കുറേ വിഷങ്ങളും കുറച്ച് നല്ല മനുഷ്യർ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ മുസ്ലിം ലീഗും എല്ലാം തഞ്ഞൊരു പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എടുക്കേണ്ട തീരുമാനം ഇതാണ്. ഈ സന്ദർഭത്തിൽ ഇലക്ഷൻ ആയതുകൊണ്ട് പത്തി മടക്കിയിരിക്കുന്ന വിഷസർപ്പങ്ങളൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ വീണ്ടും പൊങ്ങും. അതിനെ എനിക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ എൻ്റെ സാന്നിധ്യം ഉപകാരപ്പെടണം. അത്രയും. നേരത്തെ അവിടെ ശോഭന സംഗീത ഒരു കലാകേന്ദ്രത്തിൻ്റെ ഒരു പ്രവർത്തനം കണ്ടത്, അതിന് സംസ്ഥാന സർക്കാർ വേണ്ടത്ര കാര്യങ്ങളൊന്നും ചെയ്തു തരാതെ ഇരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൻ്റെ പേരുള്ള വള്ളുവനാടൻ സാംസ്കാരിക മ്യൂസിയത്തിലേക്ക് ഈ മലപ്പുറത്തെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറി ഞാൻ മുഖ്യമന്ത്രിക്ക് ഓൺലൈനിൽ പരാതി അയച്ചിട്ടാണ് ആദ്യമായിട്ട് 10 വർഷത്തിനിടയ്ക്ക് ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വരുന്നത്. മനസ്സിലായില്ലേ? അതേ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുമായിരിക്കും. അപ്പം ഞാൻ പറയുന്നത്, അത്തരത്തിലൊരു സ്ഥാപനം ഉണ്ടായിട്ട് പോലും അത് AP അനിൽകുമാർ സാറ് എന്താ പറയുക, അവിടെ സന്ദർശിച്ച സമയത്ത് ഫണ്ട് അനുവദിച്ചതാണ്. ഞാൻ ജനങ്ങളിൽ നിന്ന് ഒരു പിരിവെടുത്തിട്ടില്ല ഒന്നിനും. എൻ്റെ പാടാൻ പോയിട്ട് കിട്ടുന്ന പൈസയും കൊണ്ടാണ് സ്ഥാപനം ഉണ്ടാക്കിയത്. അതിൻ്റെ പേരിൽ കടം വന്നിട്ട് വീട് വിറ്റിട്ട് ഞാൻ ഷൊർണൂർക്ക് മാറിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അവർ കൂടെ നിന്നിട്ടില്ല. കലാകാരൻ്റെ കൂടെ നിൽക്കാൻ അവർ നിൽക്കുന്നല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക. എന്നാൽ ഞാനിപ്പോൾ ഈ തീരുമാനം എടുത്തതിന് പിന്നിൽ വ്യക്തിപരമായി എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തില്ല എന്നോ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള പേരിലല്ല. അങ്ങനെ ഒരിക്കലും അതിനെ കാണരുത്. കാരണം അതെൻ്റെ വിഷയമേ അല്ല. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു. എനിക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യമുള്ളിടത്തോളം കാലം അത് പരിഹരിക്കാൻ എനിക്കറിയാം. ഞാൻ ശബരിമലയിലേക്ക് വിപ്ലവമായിട്ട് യുവതികളെ കയറ്റാനല്ല എൻ്റെ രാഷ്ട്രീയം. മറിച്ച് ലീഗ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണത്. ലീഗ് ഒരിക്കലും അത് ചെയ്യില്ല. ആ ഉറപ്പിൻ്റെ പേരിലാണ് ഞാൻ ലീഗിൻ്റെ കൂടെ നിൽക്കുന്നത്. വനിതാ മതിൽ കെട്ടുന്ന സമയത്ത് ലീഗ് അവിടെ ആൾക്കാരെ പറഞ്ഞു വിടില്ല. അതങ്ങനത്തെ ലീഗ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള കുറേ സത്യസന്ധമായ നിലപാടുകളുണ്ട്. വോട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ വേറെ എന്തിനു വേണ്ടി, ആ ഉറപ്പുകളുടെ വിശ്വാസത്തിൽ തന്നെയാണ് ലീഗിലേക്ക് വന്നിട്ടുള്ളത്. ഹരിഗോവിന്ദൻ കുറേ കാലമായി സോപാന സംഗീതത്തിൽ കഴിവ് തെളിയിച്ച് സംസ്ഥാനത്തൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്നവരാണ്. എങ്ങനെയാണ് അദ്ദേഹം ലീഗിലേക്ക് എത്തുന്നത്? എനിക്ക് അദ്ദേഹത്തെ അറിയായിരുന്നു. സോപാന സംഗീതം ഞാൻ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിക്കുക ചെയ്ത്, എനിക്കിങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയെന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇവിടെ വന്ന് തങ്ങളെ അറിയിക്കുകയും, അപ്പോൾ ആദ്യം അഡ്വാൻസായിട്ട് തങ്ങളെ പെർമിഷൻ വാങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ വരുത്തുകയും, ഞങ്ങൾ രണ്ടുപേരും കൂടി തങ്ങളെ 1-2 പ്രാവശ്യം കാണുകയും അങ്ങനെ പാർട്ടി അറിയിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പാലക്കാടായതുകൊണ്ട് പാലക്കാട് ജില്ലാ ലീഗിൻ്റെ ഭാരവാഹികളെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് അദ്ദേഹം അന്ന് നേരത്തെ ചേരാൻ അദ്ദേഹം പറഞ്ഞു കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇലക്ഷൻ്റെ നോമിനേഷനൊക്കെ കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞാൻ അതിന് വരികയെന്ന് വിചാരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇന്നിവിടെ വന്ന് ചേർന്നത്. ഇതിലിപ്പോൾ ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നല്ല കലാകാരനാണ്. അങ്ങനെയുള്ള കലാകാരന്മാരെയൊക്കെ സ്വാഗതം ചെയ്യുന്നൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്.
അത് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അനുസരിച്ച് പ്രായപൂർത്തിയായ ഏത് ഇന്ത്യൻ പൗരനും ലീഗിൽ അംഗമാകാം. സ്വാഭാവികമായും ഈ പ്രദേശത്ത് അധികം മുസ്ലിങ്ങളായെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാത്ത ധാരാളം ആളുകൾ മുസ്ലിം ലീഗിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മൾ ജയന്തി രാജനെയൊക്കെ സ്ഥാനാർത്ഥിയാക്കി വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വാസ്തവത്തിലൊരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ ആ വിഷയത്തേക്ക് കടക്കുകയല്ല. അവർ വളരെ സെക്കുലറായിട്ട് പരസ്പരം സഹായിച്ചും സഹകരിച്ചാണ് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇവിടെ എത്രയോ വർഷങ്ങളായി. സാമൂതിരി രാജാവിൻ്റെ ഭരണകാലം തൊട്ട് ഒരു 900 വർഷമായിട്ട് ഈ മലബാറിലൊരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ആ സാമൂതിരിയുടെ പട്ടാളം എന്ന് പറഞ്ഞാൽ നാവികസേന മുഴുവൻ മുസ്ലിങ്ങളാണ്, കരസേന മുഴുവൻ നായന്മാരാണ്. ഈ രണ്ട് സാധനവും കൂടി ചേർന്നാണ് ഈ പോർച്ചുഗീസുകാർ ഇവിടുന്ന് ആട്ടി ഓടിച്ചത്. അങ്ങനെയുള്ള നല്ല അടുത്ത ബന്ധങ്ങൾ ധാരാളമുണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ മാതിരിയുള്ള ആളുകൾ, ചട്ടമ്പി സ്വാമികൾ, ഇങ്ങനെ ഒരുപാട് സിദ്ധന്മാരും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരും ഒക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും അല്ലാത്തവരും എല്ലാ ആധ്യാത്മിക നേതാക്കന്മാർക്കും എല്ലാ മനുഷ്യരെയും കൂടി ചേർത്ത് നിർത്താനല്ലാതെ കഴിയില്ല. പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടണം എന്നാണ് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാ മതങ്ങളും ഒന്നാന്നല്ല ഗുരു പറഞ്ഞു, മതങ്ങളുടെ സാരം ഒന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ മാതിരി അമൃതാനന്ദമയിയുടെ മഠത്തിൽ ആർക്കും വേണമെങ്കിൽ പോകാം, അവരെ ഇവിടെ പ്രഭാഷണം കേൾക്കുക, അവരോട് ബന്ധപ്പെടുകയൊക്കെ ചെയ്യാം. അതേസമയം പുട്ടപർത്തിയിലും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഈ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അതായത് വേറൊരു പ്രവാചകൻ്റെ പേര് കേട്ടാൽ ഉടനെ ഒരു സ്തുതി പറയുന്ന ഒരു മുസ്ലിങ്ങളാണ്. ഞാൻ വേറെ ആരും അങ്ങനെ കണ്ടില്ല. അപ്പോൾ ഈസ എന്ന് കേട്ടാൽ ക്രിസ്ത്യാനികളുടെ യേശുവാണ് ഈസ എന്ന് കേട്ടാൽ ഞങ്ങൾ ഉടനെ പറയാം അലൈഹിസ്സലാം. ഇബ്രാഹിം അവരുടെ പ്രവാചകനാണ്, ഞങ്ങൾക്കും പ്രവാചകനാണ്. അബ്രഹാമാണ്, ഇവിടെ ഇബ്രാഹിമാണ്. ഇബ്രാഹിം എന്ന് കേട്ടാൽ അപ്പോൾ ഞങ്ങൾ അലൈഹിസ്സലാം എന്ന് പറയും. യൂസഫ് എന്ന് കേട്ടാൽ അലൈഹിസ്സലാം എന്ന് പറയും. യൂനസ് എന്ന് പറഞ്ഞാൽ, ദാവൂദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ മതങ്ങളിലും പെട്ട മനുഷ്യരെ ഒരു ദൈവം സൃഷ്ടിച്ചതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊരു ഭിന്നതയും തർക്കങ്ങളും ഇല്ല. ഹരിഗോവിന്ദന് ക്രിയാത്മക റോഡ് പാർട്ടിയിലുണ്ടാവും. ഹരിഗോവിന്ദന് അദ്ദേഹത്തിന്റെ സർഗ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല. ക്രിയാത്മകമായ റോളുകൾ ഉണ്ടാവും. അദ്ദേഹം കലാകാരൻ എന്നുള്ള നിലക്ക് കലയും സംഗീതവും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അദ്ദേഹം ഫ്രീ ആണ്, സ്വതന്ത്രനാണ്. അദ്ദേഹത്തിന് എഴുതാം, പാടാം, പരിപാടികളിട്ട് മുന്നോട്ട് പോകാം. ഞങ്ങളെല്ലാം സഹായിക്കും. തീർച്ചയായും ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ അംഗമെടുത്തു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തും സജീവമായി ഉണ്ടാകും. ക്യാമറാമാൻ പാണക്കാട് നിന്നും ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം ടി കെ അരവിന്ദൻ, അമൃത ന്യൂസ്.